കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നമുക്കപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നു. ശ്രീ സണ്ണി ജോസഫ്, ഇപ്പോൾ ഒരു ഡെവലപ്മെന്റ് ഈ വാർത്തയിൽ ഉണ്ടായിരിക്കുന്ന അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ നിങ്ങൾ തൃപ്തരാണോ? അന്വേഷണത്തിലെ അതിന്റെ ഗതിയെ ആശ്രയിച്ചേ പറയാൻ പറ്റുള്ളൂ. ഒന്നീ മരണപ്പെട്ട കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കണം. ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും വനം വകുപ്പിന് ഒരു നിലയിലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇന്ന് വനം മന്ത്രി വളരെ നിരുത്തരവാദപരമായ ആക്ഷേപമാണ് ഈ സംഭവത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് വനം മന്ത്രി പറഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ച് കൂടി അന്വേഷിക്കണം. എന്തടിസ്ഥാനത്തിലാണ് വനമന്ത്രി ഈ തെറ്റായ പ്രസ്താവന നടത്തിയത്? ഒന്നുകിൽ ആ പ്രസ്താവന തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കണം, ആക്ഷേപം തെളിയിക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ ആ പ്രസ്താവന പിൻവലിച്ച് വനമന്ത്രി മാപ്പ് പറയണം. അറിയില്ല. എം വി ഗോവിന്ദൻ മാസ്റ്ററും ഇതേപോലെ ഒരു ഗൂഢാലോചന കാര്യം പറഞ്ഞിരിക്കുന്നു. മാത്രം വനംവകുപ്പ് മന്ത്രി പറഞ്ഞതിന്റെ ചുവട് പിടിച്ചാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. ഞാൻ ഗോവിന്ദ മാസ്റ്ററെ വാർത്താ സമ്മേളനം ഞാൻ കണ്ടു. അദ്ദേഹം ഉരുണ്ട് കളിക്കുകയത്. മന്ത്രി പറഞ്ഞതിനെ അദ്ദേഹത്തിന് കൊള്ളാനും കഴിയില്ല, തള്ളാനും കഴിയാതെ ഉരുണ്ട് കളിക്കുകയത്. ഗോവിന്ദ മാസ്റ്റർക്ക് അങ്ങനെ ഒരു കേസുണ്ടോ? ഈ സംഭവത്തില് UDF-ന്റെ ഗൂഢാലോചന ഉണ്ടെന്ന് ഗോവിന്ദ മാസ്റ്റർക്ക് ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ ലെറ്റ് ഹിം സേ ഓപ്പൺലി. അദ്ദേഹം പറയട്ടെ. അല്ല, ഇപ്പോൾ സർക്കാരും ആഭ്യന്തര വകുപ്പും ഇതിലൊരു ഗൂഢാലോചനയുടെ ഗന്ധം അടിക്കുന്നതുകൊണ്ടാണോ ഇത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നതെന്ന് സംശയമുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിടാനാണ്. നമുക്കറിയാലോ എന്തുകൊണ്ടാണ് ലോക്കൽ പോലീസ് അന്വേഷിച്ചാൽ എന്താ കുഴപ്പം? അല്ല, ഈ അറിയിപ്പ് വരുന്നതോടെ നിങ്ങൾ നിലമ്പൂരിൽ ഉയർത്തുമെന്ന് പറയുന്ന UDF പ്രതിഷേധം അവസാനിക്കുമെന്ന് കരുതാമോ? UDF-ന്റെ പ്രതിഷേധം ശക്തമാണ്. കാരണം അത് ഈ ഇഷ്യൂവിന്റെ പേരിൽ മാത്രമല്ല, വന്യമൃഗശല്യം കേരളത്തിൽ അതിരൂക്ഷമാണ്. ഞങ്ങൾ ഈയിടെ മലയോര യാത്ര നടത്തി ഈ വിഷയം ഉന്നയിച്ചിരുന്നു. നിയമസഭയിൽ ഞാൻ തന്നെ ഈ രണ്ടാം പിണറായിയുടെ കാലത്ത് ഒരു 10 തവണയെങ്കിലും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. 4 അടിയന്തര പ്രമേയങ്ങൾ ഞങ്ങൾ അവതരണാനുമതി തേടി സംസാരിച്ചു. ഈ 4 അടിയന്തര പ്രമേയങ്ങളും ചർച്ചയ്ക്ക് തയ്യാറായില്ല ഗവൺമെന്റ് ഭാഗത്തുനിന്ന്. മുഖ്യമന്ത്രി യോഗം വിളിക്കണം ഞങ്ങൾ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടില്ല. വനം മന്ത്രി ഈ കാര്യത്തില് തികഞ്ഞ പരാജയം. എന്തുകൊണ്ടാണ് കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത്? കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങി വിലസുന്നതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? അടിസ്ഥാന പ്രശ്നം അവിടെയല്ലേ? അത് പരിഹരിക്കാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കുന്നുണ്ടോ? വനാതിർത്തിയിൽ വേര് വെച്ചിരുന്നെങ്കിൽ ജനവാസ മേഖലയിലേക്ക്, കൃഷി സ്ഥലങ്ങളിലേക്ക് വന്യമൃഗങ്ങൾ കടന്നു വരുമായിരുന്നോ? എന്തായാലും ശ്രീ സണ്ണി ജോസഫ് UDF പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അതിന്റെ ശക്തി കുറയാൻ സാഹചര്യമില്ല എന്നാണോ KPC അധ്യക്ഷൻ പറയുന്നത്? ശക്തമാണ്. കാരണം ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഒരു കണ്ണിലെ പൊടിയിടൽ മാത്രമാണ്. നിങ്ങളതിൽ വിശ്വസിക്കുന്നില്ല? ഞങ്ങൾക്ക് ഇതിന് അന്വേഷണത്തിൽ പോലും സർക്കാരിന്റെ ഇടപെടലുണ്ടാകും. കാരണം മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളാ ഉത്തരവാദികളെന്ന്. അത് നിൽക്കുന്നിടത്തോളം കാലം അന്വേഷണം തൃപ്തിയാകുമോ? അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ഗൈഡൻസ് കൊടുക്കല്ലേ മന്ത്രി? അന്വേഷിക്കാതെ മന്ത്രി എങ്ങനെ പ്രസ്താവന നടത്തി? മന്ത്രിയുടെ പൊസിഷൻ എന്താ? എന്ത് അന്വേഷണത്തിന്റെ, എന്ത് ആധികാരികതയും എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി പറഞ്ഞെന്താ? ഈ സംഭവം ഉണ്ടായ ഉടനെ മലപ്പുറത്ത് പ്രതിഷേധയാത്ര നടന്നു. കേരളത്തിൽ ഈ വാർത്ത അറിയാൻ എത്രയോ വാർത്താ വിതരണ വിനിമയ ശൃംഖല സംവിധാനം എത്രയോ ശക്തമാണ്. ഫോണില്ലേ, മൊബൈൽ ഫോണില്ലേ, സോഷ്യൽ മീഡിയ ഇല്ലേ, ആപ്ലിക്കേഷനുകളില്ലേ, ചാനലുകളില്ലേ? ഇത് അറിയാൻ ഇനി മലപ്പുറം ജില്ലയിലല്ലേ നിലമ്പൂര് നടന്നൊരു കാര്യം മലപ്പുറത്ത് അറിഞ്ഞത് വലിയൊരു തെറ്റായി പോയോ? കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യം അമേരിക്കയിൽ അറിയില്ലേ, ലണ്ടനിൽ അറിയില്ലേ, ഗൾഫിൽ അറിയില്ലേ? വിത്തിൻ സെക്കൻഡ്. ഈ നീതിയുക്തമായ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നതൊരു മുൻവിധിയോടെയുള്ള ഒരു സമീപനമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ താങ്കൾ എന്ത് മറുപടി പറയും? പ്രഖ്യാപിച്ചത് അത് തിരിച്ചാതെ അന്വേഷണത്തിന്റെ നിഷ്പക്ഷത ഞങ്ങൾക്ക് സംശയമുണ്ട്. മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഞങ്ങളുടെ മേൽ ഉത്തരവാദിത്തം ചാരിയിട്ട് അക്കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കാതെ അന്വേഷണം അവർ നയിക്കുന്ന ചാനലിലേക്കല്ലേ അന്വേഷണ ഉദ്യോഗസ്ഥർ പോവുക? അതല്ലേ ഒരു വിഷയം. താങ്ക് യു ശ്രീ സണ്ണി. പ്രസ്താവന അന്വേഷിക്കട്ടെ. എന്താ താങ്കൾ പറയാമെന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ലളിതമായിട്ട് ചോദിച്ചോട്ടെ. On what basis the minister had made such an allegation? On what basis? എന്ത് അടിസ്ഥാനത്തിലാണ് മിനിസ്ട്രിയുടെ ആക്ഷേപം ഉന്നയിച്ചത്? താങ്ക് യു KPC പ്രസിഡന്റ്
ശ്രീ സണ്ണി ജോസഫാണ്. അദ്ദേഹം ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് വനമന്ത്രി ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഇതിലൊരു ഗൂഢാലോചനയുണ്ടെന്നും ഈ പ്രശ്നം UDF-നെ തല്ലിൽ കെട്ടിവെക്കാനും നടത്തിയ ശ്രമമെന്നാണ് അദ്ദേഹം പറയുന്നത്. കാര്യം നീതിയുക്തമായൊരു അന്വേഷണം ഉണ്ടാകുമെന്ന് പോലും UDF വിശ്വസിക്കുന്നില്ല. കാരണം MV ഗോവിന്ദൻ മാസ്റ്ററും അതുപോലെ AK ശശീന്ദ്രനും എടുത്ത നിലപാടിൽ നിന്ന് ക്രൈംബ്രാഞ്ചിന് മറ്റൊരു നിലപാടെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ നീതിയുക്തമായ ഒരു അന്വേഷണം നടക്കില്ല എന്നാണ് UDF-ൻ്റെ വിശ്വാസം. മാത്രമല്ല UDF ഈ കാര്യത്തിൽ പ്രതിഷേധ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് അവർ പറയുന്നത്.